ഓണം പ്രമാണിച്ച് ഒരു യാത്ര പോവുകയാണ്. ഏറെ നാളായി കരുതി വെച്ചൊരു യാത്രയാണ്. കർണാടകയിലെ മംഗലാപുരത്ത് സ്ഥിതി ചെയ്യുന്ന കദ്രിയിലെ മഞ്ജുനാഥ സന്നിധിയിലേക്ക്. മഞ്ജുനാഥൻ എന്നാൽ മഴ പെയ്യിക്കുന്ന കാർമേഘങ്ങളുടെ നാഥൻ, സാക്ഷാൽ പരമശിവ ഭഗവാൻ കുടികൊള്ളുന്ന പുണ്യഭൂമി. ഒരുപാട് ദൂരമൊന്നുമില്ലെങ്കിലും ഇപ്പോഴാണ് ഈ യാത്ര സാധ്യമാകുന്നത്. ട്രെയിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. രാവിലെ 11 മണിയുടെ ഇൻ്റർസിറ്റിയിലാണ് പോകേണ്ടതെങ്കിലും ആ ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നീട് ഉച്ചയ്ക്ക് 1:15 കണ്ണൂരിലെത്തുന്ന യശ്വന്ത്പൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടിയിലാണ് യാത്ര. അങ്ങനെ പരമശിവ ഭഗവാൻ മഞ്ജുനാഥനായി കുടികൊള്ളുന്ന കദ്രിയിലെ പുണ്യഭൂമിയിലെത്തി. 11-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പുണ്യക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നുവത്രേ. ഭൂമിഗംഗയും പാതാളഗംഗയും മോക്ഷഭൂമിയായ കാശിയിൽ നിന്നൊഴുകിയെത്തുന്ന ഭാഗീരഥിയും സപ്തതീർത്ഥങ്ങളും നവനാഥ പരമ്പരയിലെ യോഗീശ്വരന്മാരുടെ സ്വരൂപ ദർശനവും ഈ ഭൂമിയെ അതിപുരാതന കാലം മുതൽക്കേ ആധ്യാത്മികതയുടെ ശാന്തമായ ധ്യാനഭൂമിയാക്കി നിലനിർത്തുന്നു. മഞ്ജുനാഥ് ക്ഷേത്രം വകയുള്ള കോട്ടേജിൽ നിന്നുള്ള കാഴ്ചയാണിത്. ധാരാളം റൂമുകൾ ഇവിടെ ലഭ്യമാണ്. 500 രൂപയാണ് ഡബിൾ ബെഡ്റൂമിന്. അധികം തിരക്കുകളൊന്നുമില്ലാത്ത ശാന്തമായൊരു ആധ്യാത്മിക ഭൂമിയാണ് കദ്രി. ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ട് ഒരല്പസമയം കുടുംബവുമൊത്തും ഒറ്റയ്ക്കുമൊക്കെ ശാന്തി അനുഭവിക്കാൻ വരാൻ പറ്റിയൊരിടം. വെളുത്ത നിറത്തിലുള്ള ഈ ക്ഷേത്രത്തിലാണ് മഞ്ജുനാഥൻ കുടികൊള്ളുന്നത്. ഇത് ഗണപതി ക്ഷേത്രമാണ്. ഇവിടെയും ഈ കാണുന്ന ദുർഗാക്ഷേത്രത്തിലും തൊഴുതു വേണം മഞ്ജുനാഥ ദർശനം ചെയ്യാൻ. വെള്ളി നിറത്തിൽ മോദകഹസ്തനായ മഹാഗണപതിയും ദുർഗാ പരമേശ്വരിയും ഈ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു. ഗണപതി ഭഗവാനെയും ദുർഗാ പരമേശ്വരിയൊക്കെ തൊഴുത് അതിനുള്ളിൽ ദേവീ സ്തുതിയൊക്കെ ചൊല്ലി കുറേ സമയമിരുന്നു. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഇവിടെയാണ് കാർമേഘങ്ങളുടെ നാഥനായ സാക്ഷാൽ മഞ്ജുനാഥൻ കുടികൊള്ളുന്നത്. അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തെ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ചതുപോലെ ആക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്ന് പടവുകൾ കയറി മുകളിലെത്തിയാൽ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതിന് താഴെയായി ഈ നിലക്കാത്ത ജലപ്രവാഹമാണ് കാശിയിലെ ഗംഗാതീർത്ഥം, കാശിയിലെ ഭാഗീരഥി. ഹിമവാന്റെ ഉത്തുംഗമായ ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ ഗോമുഖ് ഹിമാനിയിൽ നിന്ന് സാക്ഷാൽ ഗംഗാനദി പ്രവഹിക്കുന്നത് പോലെ ഇവിടെയും ഒരു ഗോമുഖത്തിൽ നിന്ന് ഗംഗ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച പുണ്യക്ഷേത്രമാണ് കദ്രി. ക്ഷത്രിയ നിഗ്രഹത്തിൻ്റെ പശ്ചാത്താപവും കോപവും പാപവും ഒക്കെ പേറി നടക്കുന്ന പരശുരാമൻ്റെ മുന്നിൽ ഒരിക്കൽ ശ്രീരാമ ഭഗവാൻ എത്തുകയാണ്. ശ്രീരാമ ഭഗവാനെ കണ്ട മാത്രയിൽ തൻ്റെ ഗുരുവായ പരമശിവ ഭഗവാന്റെ ചാപമൊടിച്ച ശ്രീരാമ ഭഗവാനോട് പരശുരാമന് അടക്കാനാവാത്ത കോപം തോന്നുകയാണ്. അടക്കാനാവാത്ത കോപത്തോടെ ശ്രീരാമൻ്റെ മുന്നിലേക്ക് ചെന്ന പരശുരാമന് തൻ്റെ തന്നെ അഭൗമമായ തേജസ്സാണ് തൻ്റെ മുന്നിലുള്ള ശ്രീരാമ ഭഗവാൻ എന്ന് മനസ്സിലാവുകയാണ്. ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം കദളീവനത്തിൽ ചെന്ന് പരശുരാമൻ തൻ്റെ ഗുരുവായ പരമശിവ ഭഗവാനെ തപസ് ചെയ്യുകയാണ്. പരശുരാമൻ തപസ്സു ചെയ്ത കദളീവനമാണ് ഇന്നത്തെ കദ്രി. പരശുരാമൻ പരമശിവ ഭഗവാനെ കഠിന തപസ് ചെയ്യുന്ന ആ സമയത്ത് ആകാശത്ത് നിറയെ കാർമേഘങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കാർമേഘങ്ങളെല്ലാം കൂടിച്ചേർന്ന് കാലഭൈരവ രൂപത്തിലാണ് പരമശിവ ഭഗവാൻ പരശുരാമന് മുന്നിൽ പ്രത്യക്ഷനാകുന്നത്. സാക്ഷാൽ കാശിയിലെ സ്വരൂപമായ കാലഭൈരവൻ പരശുരാമന് മുന്നിൽ പ്രത്യക്ഷനാകുന്ന സമയത്തു തന്നെ കാശിയിലെ ഭാഗീരഥിയും പാർവതീദേവിയും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. അന്നു മുതൽ കാശിയിലെ
ഈ പുണ്യഗംഗാപ്രവാഹം അനസ്യൂതം ഇവിടെ ഒഴുകുകയാണ്. നിരാലംബരായി ഇവിടെ എത്തുന്ന ഭക്തരുടെ ഉള്ളിലെയും പുറത്തെയും പാപഭാരം കഴുകിക്കളയാൻ അമ്മയായ ഗംഗാദേവി തൻ്റെ യാത്ര ഇവിടെയും തുടരുകയാണ്. ഭാഗീരഥിക്ക് തൊട്ടടുത്തായി അഷ്ടതീർത്ഥങ്ങളുണ്ട്. ഇതിൽ വലിയ തീർത്ഥം ശിവപാർവതിമാരെയും ചെറിയ 7 തീർത്ഥങ്ങൾ പാർവതീദേവി പരശുരാമ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത സപ്തകോടി മന്ത്രങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ഭാഗീരഥിയിലും സ്നാനം ചെയ്താണ് ഭക്തർ മഞ്ജുനാഥനെ ദർശനം ചെയ്യാൻ പോകുന്നത്. ഭാഗീരഥി അടക്കമുള്ള 9 തീർത്ഥങ്ങൾ 9 സിദ്ധന്മാരുടെ ചൈതന്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഗംഗാതീർത്ഥം ശിവഭഗവാന് അഭിഷേകം ചെയ്തതിന് ശേഷം ഇനി ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്കാണ്. ഭാഗീരഥിയിൽ നിന്ന് പടവുകൾ കയറി വേണം ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ. ഹനുമാൻ അർപ്പിക്കാൻ പുഷ്പങ്ങളുമായാണ് യാത്ര. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിനരികിൽ വലിയൊരു ഹനുമാൻ സ്വാമിയുടെ പ്രതിമയുണ്ട്. സത്യം പറയട്ടെ, പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം ശാന്തിയും അനുഭൂതിയും തളം കെട്ടി നിൽക്കുന്ന പുണ്യഭൂമിയാണിത്. നവയോഗികളുടെയും 18 സിദ്ധന്മാരുടെയും ഹനുമാൻ സ്വാമിയുടെയും ശിവഭഗവാന്റെയും ഭഗവാൻ നാരായണൻ്റെയും പരശുരാമ ഭഗവാന്റെയും ശ്രീരാമൻ്റെയും ഗണപതിയുടെയും ദുർഗാപരമേശ്വരിയുടെയും ഗംഗാദേവിയുടെയും ഒക്കെ സാന്നിധ്യമുള്ള യോഗഭൂമിയാണ്. ഇതാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. ഹനുമാൻ സ്വാമിയെ തൊഴുത് പുഷ്പങ്ങളും അർപ്പിച്ച് ഹനുമാൻ സ്തുതിയും ചൊല്ലി ഒരുപാട് സമയം അവിടെയിരുന്നു. ഒരത്ഭുതം, തിരക്ക് പിടിച്ച മംഗലാപുരം ടൗൺഷിപ്പിൽ നിന്ന് കുറച്ചു മാറി ഇങ്ങനെയൊരു യോഗഭൂമി ഇവിടെ ഉണ്ടെന്നതാണ്. കുറേ കാലമായി ഇവിടുത്തെ ചൈതന്യം അറിഞ്ഞിരുന്നുവെങ്കിലും ഇവിടെ എത്താൻ നിയോഗമുണ്ടായത് ഇപ്പോഴാണ്. ഇവിടെ നിന്ന് കുറച്ചു ദൂരം കദ്രി മല കയറി വനത്തിലൂടെ യാത്ര ചെയ്താൽ പരശുരാം ദ്വാറിലേക്കാണ് എത്തുന്നത്. വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യം ആസ്വദിച്ച് യാത്ര ചെയ്യാം. ചുറ്റും നല്ലൊരു വനപ്രദേശമാണ്. സന്ധ്യയോടടുത്തതുകൊണ്ട് തന്നെ ചിവീടിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. ഹരിദ്വാറിലെ മനസാദേവി ക്ഷേത്രത്തിലേക്ക് പടവുകൾ കയറി യാത്ര ചെയ്യുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ. ഇവിടെ എത്തുമ്പോൾ കാണുന്നത് മറ്റൊരു ലോകമാണ്. നിറയെ സന്യാസിമാരും സമാധി മന്ദിരങ്ങളും ഒക്കെയായി ഒരു യോഗഭൂമി. ഇവിടെ കാണുന്ന ഈ മന്ദിരങ്ങളെല്ലാം ഒരു കാലത്ത് ഇവിടെ തപസ്സിരുന്ന ഒരുപാട് യോഗീശ്വരന്മാരുടെ ജീവസമാധി മന്ദിരങ്ങളാണ്. നാഥ പരമ്പരയിൽപ്പെട്ട സുന്ദരനാഥ സ്വാമികളുടെ യോഗഭൂമി കൂടിയാണ് കദ്രി. ആകാശത്തിലൂടെ പറക്കാൻ പോലും കഴിയുന്നത്ര സിദ്ധികൾ കൈവരിച്ച ക്രിയായോഗയുടെ ഉന്നതമായ തലങ്ങളിലൂടെ സഞ്ചരിച്ച ദിവ്യ യോഗീശ്വരനാണ് സുന്ദരനാഥ സ്വാമികൾ. മൂലബന്ധം, ഉദ്യാനബന്ധം, ജലന്ധരബന്ധം എന്നീ ക്രിയകളെല്ലാം ഒരുമിച്ച് പിടിച്ചൊരു പ്രത്യേക ആസനത്തിലുള്ള സുന്ദരനാഥ സ്വാമികളുടെ ചിത്രം ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും കാണാനിടയായി. ഈ കാണുന്നതാണ് സുന്ദരനാഥ സ്വാമികൾ. ഇത് നവനാഥ് സാധുക്കളുടെ സ്വരൂപ ദർശനമുള്ള ക്ഷേത്രമാണ്. പരശുരാം ദ്വാറിൽ നിന്ന് തിരിച്ച് താഴെ എത്തുമ്പോഴേക്കും നേരം ഇരുട്ട് മൂടിയിരുന്നു. ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന കാർമേഘങ്ങളെ കാണുമ്പോൾ ഭഗവാന്റെ സ്വരൂപ ദർശനമായി തോന്നി.
ഹനുമാൻ സ്വാമിക്കും ഭഗവാനും ഒക്കെ അർപ്പിക്കാനുള്ള പുഷ്പങ്ങൾ വിൽക്കുന്നൊരു പാവം അമ്മയുണ്ട് ഇവിടെ. രാത്രിയാകും തോറും തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഭഗവാന്റെ ഭൂമി കൂടുതൽ കൂടുതൽ ശാന്തി പ്രാപിക്കുകയാണ്. ഇത് സാക്ഷാൽ മഞ്ജുനാഥൻ്റെ ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചകളാണ്. രാത്രി 8 മണിക്ക് ഭഗവാന്റെ നടയടക്കും. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് 1 മണിവരെ നട തുറന്നിരിക്കും. 1 മണിക്ക് നടയടച്ച് പിന്നീട് വൈകുന്നേരം 4 മണിക്ക് പൂജകൾക്കായി നട തുറക്കും. പിന്നെ രാത്രി 8 മണിക്ക് നടയടക്കും. തിരക്കുകളെല്ലാം ഒഴിഞ്ഞ ഭഗവാന്റെ തിരുമുറ്റത്ത് കുറേ സമയം ചിലവഴിച്ച് റൂമിലേക്ക് മടങ്ങുകയാണ്. വീട്ടിൽ നിന്ന് പൊതിഞ്ഞെടുത്ത നല്ലൊരു പൊതിച്ചോറും കഴിച്ച് ഇനി നല്ലൊരു ഉറക്കമുറങ്ങണം. ഭഗവാന്റെ കദളീവനം രാത്രിയുടെ നിശബ്ദതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി പ്രഭാതത്തിലെ ഭഗവത് ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്.